അൽഹംദുലില്ലാ നമ്മുടെ 21ാമത്തെ ബാച്ചും 8ാമത് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ പോവുകയാണ്. ആയിഷ ഉമ്മയുടെ മഹത്വങ്ങൾ കേട്ടുകൊണ്ടാവും ഇന്നത്തെ ഉംറ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യങ്ങൾ ലഭിച്ച, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രം വലിയ നേട്ടങ്ങൾ ഉണ്ടായ ഒരാളായിരുന്നു ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. ആയിഷ ഉമ്മയാണ് കാലത്തുള്ളവർ പറയാണ്, എൻ്റെ ഹബീബിന് മറ്റു ഭാര്യമാരൊക്കെയുണ്ട്, എങ്കിലും എനിക്ക് മാത്രം എൻ്റെ ഹബീബിന്റെ മറ്റു ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹ് അനുഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ഉമ്മ തുടരുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആയിഷ ഉമ്മയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഇവിടെ മസ്ജിദ് ആയിഷ വന്നിങ്ങനെ പോകുന്നുണ്ട്. എന്താണ് ആയിഷ ഉമ്മ എന്ന് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കിയാൽ എന്താണ് ഇവിടെ വരുന്നതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിഷ ഉമ്മ പറയുകയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പയുടെ മറ്റു ഭാര്യമാരൊക്കെ എന്താണ്, അല്ല ഞാൻ മാത്രമാണ് ബിക്റായിക്കൊണ്ട് ഹബീബിന്റെ ഭാര്യയായത്. അതായത് മറ്റു ഭാര്യമാരൊക്കെ എന്താണ്, നിലവില് വിധവയാണ്, മറ്റൊരാൾ വിവാഹം കഴിച്ചവരാണ്. ഞാൻ മാത്രമായിരുന്നു എന്ത്, ഖദീജുമ്മ അടക്കം. ഖദീജുമ്മ വിധവയായിരുന്നു, മറ്റൊരാൾ വിവാഹം കഴിച്ചവരല്ലേ. അപ്പൊ എന്നെ മാത്രമായിരുന്നു ഹബീബായ തങ്ങള് കന്യകയായി, മലയാളീകരിച്ച് പറഞ്ഞ കന്യകയായി കൊണ്ട് വിവാഹം കഴിച്ചത്. അത് എന്നെ മാത്രമാണ്. ആയിഷ ഉമ്മ തുടരുന്നു, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ രൂപം ഒരു പട്ടിൽ പൊതിഞ്ഞുകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു, നബിയെ ഇത് അങ്ങേക്ക് വിവാഹം കഴിക്കാനുള്ളവരാ, അതുകൊണ്ട് അങ്ങ് ഇവരെ സ്വീകരിക്കുവാൻ. അത് എന്റെ രൂപം മാത്രമായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, ആയിഷ ഉമ്മാനെ വിവാഹം കഴിച്ചില്ല, അതിന്റെ മുമ്പ് തന്നെ ആയിഷ ഉമ്മ എന്തായിരുന്നു, ആ രൂപം ഹബീബായ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടു കൊടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ പട്ടിൽ പൊതിഞ്ഞ രൂപത്തിൽ. ആയിഷ ഉമ്മയെ 7ാമത് വയസ്സിൽ നിക്കാഹ് ചെയ്തു അല്ലെ. വീട് കൂടി എത്രാമത് വയസ്സിലാ? 9ാമത് വയസ്സിൽ. അത് എന്നിൽ മാത്രമാണ്. ആയിഷ ഉമ്മ പറയുന്നുണ്ട്, അന്ന് കാലത്തൊക്കെ 7 വയസ്സ് കഴിഞ്ഞ് 9 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ കാലത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പക്വതയും ശരീര വളർച്ചയൊക്കെ ആവും അത്രേ. ആയിഷ ഉമ്മ തന്നെ പറയാണ്, അന്നത്തെ കാലത്തെ പ്രകൃതം അങ്ങനെയാണ്. അങ്ങനെ 9ാം വയസ്സിൽ വീട് കൂടിയതും അതും എന്നെ മാത്രമാണ്. ആയിഷ ഉമ്മ തുടരുന്നു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ ഞാനും ഹബീബും മാത്രമാണ് ഒരേ ബാത്റൂമിൽ ഒരുമിച്ച് കുളിച്ചിട്ടുള്ളത്. ആ ഭാഗ്യം ലഭിച്ച എനിക്ക് മാത്രമാണ്. എന്തായാലും ആയിഷ ഉമ്മ ആരാണ്? ഹബീബിന്റെ കൂടെ കുളിക്കാൻ കഴിയാവുന്ന ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട മേനി. അല്ലാഹ് മറ്റു ഭാര്യമാരൊക്കെയുണ്ട്, പക്ഷെ ആ ഭാഗ്യം അല്ലാഹ് കൊടുത്ത ആയിഷ ഉമ്മക്കാണ്. ആയിഷ ഉമ്മ തുടരുന്നു, എൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ ഞാനും അതും ഒരേ ബാത്റൂമിൽ പറയുന്നുണ്ട്. അതായത് ഞാനും ഹബീബുമാണ് ഒരേ പാത്രത്തിൽ കുളിച്ചത്. ആയിഷ ഉമ്മാന്റെ ആ ഭാഗ്യം ആലോചിച്ചു. ഹബീബിന്റെ ശരീരത്തിൽ തട്ടിയ വെള്ളം എന്നാണ്, അത് അവിടെ നിന്നാണ് ആ വെള്ളം ബറക്കത്തായി. ഒരേ പാത്രത്തിന് കുളിക്കാൻ കഴിയാന്ന പിന്നെ ആ ബറക്കത്തിനെ കുറിച്ച് പറയണ്ടല്ലോ. ആയിഷ ഉമ്മ തുടരുന്നു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ ഞാനും ഹബീബും കൂടെ കിടക്കുമ്പോ, അതായത് ഒരേ ബെഡിൽ ഒരേ പുതപ്പിൽ കിടക്കുമ്പോൾ മാത്രം ഞാനും ഹബീബും കിടക്കും മാത്രമായിരുന്നു ഹബീബായ തങ്ങൾക്ക് വഹി ഇറങ്ങിയത്. അതായത് മറ്റു ഭാര്യമാരുള്ള സമയത്തും മറ്റു സമയത്തൊക്കെ ഇറങ്ങിയിട്ട്, പക്ഷേ എൻ്റെ ഹബീബും ഞാനും ഒരേ പുതപ്പിൽ കിടക്കുമ്പോൾ മാത്രമാണ് ആ ഭാഗ്യം എനിക്ക് മാത്രം കിട്ടിയത്. ആയിഷ ഉമ്മ അവകാശം പോലെ സന്തോഷം പറയാ. ആരാണ് ആയിഷ ഉമ്മ? ആയിഷ ഉമ്മ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭാഗ്യവതിയാണ്, നിസ്സാരക്കാരിയല്ല. മനസ്സിലായില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പാന്റെ കൂടെ ആ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഹബീബായ തങ്ങളും 50 വർഷത്തിലധികം എന്തുണ്ട് സുഹൃത്ത് ബന്ധമുണ്ട്. ആ സുഹൃത്ത് ബന്ധമുള്ള സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ മകളല്ലേ ആയിഷ ഉമ്മ. ആയിഷ ഉമ്മ തുടരുകയാണ്, എൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലം വന്നപ്പോ ഹബീബിന് എല്ലാവരും വീട്ടിലും എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്ന പതിവുണ്ടായിരുന്നു. താമസിക്കുന്ന ഒരു ഭാര്യ വീട്ടിൽ, അടുത്ത ദിവസം അടുത്ത ഭാര്യ വീട്ടിൽ. പക്ഷേ ഹബീബ് ഒന്നും ചോദിക്കും, ഹബീബായ തങ്ങൾ വിശേഷങ്ങൾ കുശലങ്ങൾ അന്വേഷിക്കും. പക്ഷേ അവസാന സമയമായപ്പോ എൻ്റെ ഹബീബിന് ഇങ്ങനെ പോകൽ ബുദ്ധിമുട്ടായി. ആ സമയത്ത് ഹബീബായ തങ്ങൾ ചോദിച്ചു, മറ്റു ഭാര്യമാരോടൊക്കെ എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കിൽ ഞാൻ ഒരാളെ വീട്ടിൽ നിൽക്കട്ടെ, ഇന്നാൾ കൊണ്ടല്ലോ ഒരാളെ വീട്ടിൽ നിൽക്കട്ടെ. അപ്പൊ എല്ലാവരും പറഞ്ഞു, നബിയെ അങ്ങ് ആയിഷ ഉമ്മയുടെ വീട്ടിൽ നിന്നോളൂ. കാരണം അവർക്കൊക്കെ അറിയാം ആയിഷ ഉമ്മയുടെ വീട്ടിൽ നിൽക്കുന്നതാണ് ഹബീബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാന്നുള്ളത്. അത് എൻ്റെ വീട് മാത്രമായിരുന്നു ഹബീബായ തങ്ങൾ പാപ്പ തെരഞ്ഞെടുത്ത്.
ആയിഷ ഉമ്മ തുടരുന്നു. ആയിഷ ഉമ്മ കിട്ടിയ അനുഗ്രഹങ്ങൾ തീർന്നില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഹബീബ് അവസാനമായി എൻ്റെ ഹബീബിൻ്റെ ഉമിനീര് എൻ്റെ ഉമിനീരുമായിട്ടാണ് കലർന്നത്. അതായത് ഹബീബായ തങ്ങൾ ഉപ്പാപ്പ അവസാന സമയം ഹബീബായ തങ്ങൾ ആയിഷ ഉമ്മയുടെ നെഞ്ചിൻ്റെയും മുട്ടിൻ്റെയും ഇടയിൽ തലവെച്ച് കിടക്കുക. ആ കിടക്കുന്ന സമയത്താണ് ആയിഷ ഉമ്മയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴി പാസ് ചെയ്തു. കയ്യിൽ ഒരു അറാക്കുണ്ടായിരുന്നു. ചോദിച്ചു, ആ അറാക്കിനെ ഹബീബായ തങ്ങൾ ആയിഷ ഉമ്മ അറാക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അറാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടവർക്കറിയാം, അത് കൊള്ളിയാണ്. ആ കൊള്ളി കൊണ്ട് എന്ത് ചെയ്യണം, ബ്രഷ് പോലെ ചെയ്യണമെങ്കിൽ ആദ്യം കടിച്ചിട്ട് എന്ത് ചെയ്യണം, അത് സ്മൂത്ത് ആക്കണം. ആ ഒരു അവസാനത്തെ എൻ്റെ ഹബീബിന്റെ പ്രവൃത്തി ചെയ്തു കൊടുത്ത് ഞാനാ. അപ്പൊ എൻ്റെ ഉമിനീർ അറാക്ക് ഉണ്ട്. എൻ്റെ ഉമിനീരുള്ള അറാക്കാണ് ഹബീബിന്റെ വായലേക്ക് വെച്ചു കൊടുത്തത്. മാഷാ അല്ലാഹ്, അത് അറാക്കാത്തവർക്ക് മനസ്സിലായി. ഇവിടെ കടിച്ചിട്ട് എന്ത് ചെയ്യണം, എന്നിട്ടാണ് എന്താണ്. അപ്പൊ എൻ്റെ ഉമിനീരുള്ള അറാക്കായിരുന്നു ഹബീബിന്റെ വായലേക്ക് അവസാനം വെച്ചത്. ആയിഷ ഉമ്മ ഒരു അവകാശം പറയാം, ഹബീബിന്റെ വായക്ക് പോയ അവസാനത്തെ ഉമിനീർ എൻ്റെതാണ്. ആയിഷ ഉമ്മ അവസാനിപ്പിച്ചില്ല. എല്ലാം കഴിഞ്ഞ് എൻ്റെ ഹബീബ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ എൻ്റെ ഹബീബ് അവസാനമായി കിടന്നതും എൻ്റെ വീട്ടിലാണ്. ആയിഷ ഉമ്മ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുളിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എൻ്റെ ഹബീബ് കുളിക്കാൻ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കുളിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. നാളുകളിൽ മസ്അല അറിയണ്ടേ, കുളിയുടെ മസ്അല. അത് ഹബീബിന്റെ കൂടെ കുളിച്ചാലല്ലേ, അത് മറ്റു പുറമെക്കാരല്ലേ, ഹബീബിന്റെ ഭാര്യയോട് കുളിച്ചാലാണ് കുളിയുടെ മസ്അലകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അനുഗ്രഹങ്ങൾ ആയിഷ ഉമ്മക്ക് മാത്രമായി അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ആയിഷ ഉമ്മ ഒരു ചില്ലറക്കാരിയല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടല്ല ആയിഷ ഉമ്മ ഹയാത്ത് കാലത്ത് ചോദിച്ചില്ലേ മുത്തായ തങ്ങൾ പാപ്പയോട്, ഹബീബേ ഈ ആയിഷക്ക്, അതായത് മറ്റേ ഖദീജ ഉമ്മാനെ മഹത്വം ഇങ്ങനെ പറയുമ്പോൾ ആയിഷ ഉമ്മ ചോദിച്ചില്ലേ, ദേഷ്യം പിടിച്ചിട്ട്, എന്തിനാണ് നിങ്ങൾ ഖദീജയെ കുറിച്ച് ഇങ്ങനെ പറയണേ, നമ്മൾക്ക് ഇവിടെ ഇല്ലാന്ന് ചോദിച്ചില്ലേ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ജന്നത്തിൽ പോയാലേ വെച്ച് പറയാം. ചുരുക്കി പറഞ്ഞാൽ സമയം വൈകിയത് കൊണ്ട് ദീർഘിപ്പിക്കുകയല്ല. ഇത്ര നല്ല മഹത്വമുള്ള ആ ആയിഷ ഉമ്മയുടെ കാൽപാദം പതിഞ്ഞ പവിത്രമായ എന്താണ് മസ്ജിദിലേക്കാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും മസ്ജിദ് ആയിഷ എന്നുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ 21ാമത്തെ ബാച്ചാണിത്. അൽഹംദുലില്ലാ. അതിൽ എല്ലാ ബാച്ചുകളും നമ്മൾ 8 ഉംറ ചെയ്യാറുണ്ട്. അത് 8ാമത്തെ ഉംറയാണെന്ന് വളരെ സന്തോഷത്തോടെ എല്ലാവരും ഉംറ പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ ഈ വീഡിയോകൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയക്കാൻ സന്മനസ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾ അറിയിക്കുന്ന അഭിപ്രായങ്ങൾ നമുക്കുള്ള ഊർജം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ പരിശുദ്ധ ഹറമിലെ മനോഹരമായ വീഡിയോകളൊക്കെ വീണ്ടും കാണാം. അപ്പോൾ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.